അങ്ങനെ കുലുക്കി ലാസ്റ്റ് ഓറഞ്ച് കൈ കിട്ടി. ഹലോ ഫ്രണ്ട്സ്, ഓൾ ഇന്ത്യ ബൈക്ക് ട്രിപ്പിൻ്റെ ഭാഗമായി ഇന്നലെ ഭോപ്പാലിൽ സ്റ്റേ ചെയ്തിരുന്നു. അവിടുന്ന് രാവിലെ നാട്ടിലോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ അകത്താണ് വണ്ടി കയറ്റി വെച്ചിരുന്നത് സേഫായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് തന്നെ നമ്മൾ ബാഗൊക്കെ കെട്ടാനുണ്ട്. അറിയാലോ, നമ്മുടെ ഒരു സ്ഥിരം ദിനചര്യയാണത്. അപ്പോൾ ആളെ വിളിച്ച് എണീപ്പിച്ചിട്ടില്ല, നമുക്കിത് ഷട്ടറൊക്കെ തുറന്ന് വേണം പോകാൻ. അപ്പോൾ നമ്മളിന്നോട് പറഞ്ഞിരുന്നു രാവിലെ ഇറങ്ങുമ്പോൾ ആളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ലഗേജൊക്കെ ഭംഗിയായിട്ട് വെച്ച് കെട്ടി നമ്മൾ യാത്ര തുടങ്ങുകയാണ്. ഇതാണ് വിന്ധ്യ മലനിരകൾ. നമ്മുടെ ദേശീയഗാനത്തിൽ നമ്മൾ അറിയാലോ, വിന്ധ്യ, ഹിമാചല, യമുന, ഗംഗ, അതിലെ വിന്ധ്യയാണിത്. അതെ, നല്ലൊരു കാടാണ്. അത്യാവശ്യം മൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. വേനലായതുകൊണ്ട് തന്നെ റോട്ടിലോട്ടൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് പേടിയുണ്ട്. പക്ഷേ ക്ലൈമറ്റൊക്കെ പെട്ടെന്ന് മാറി വരുന്നതാണ്. സൂര്യനെ കുതിച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അത്യാവശ്യം ഭയങ്ങളൊക്കെ മാറി തുടങ്ങി. കാര്യം പറയുമ്പോൾ നല്ല ഒരു കാട് തന്നെയാണ്. കേരളത്തിലെ കാട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊരു തിക്ക് ഫോറസ്റ്റ് ആയിട്ട് തോന്നില്ല, കാരണം ഇലകളൊന്നും ഇല്ല. അത് പക്ഷേ വേനൽക്കാലമായതുകൊണ്ട് മാത്രമാണ്. വേനൽക്കാലത്ത് ഇങ്ങനെ ഇത് ഇലകളൊക്കെ പൊഴിഞ്ഞ് നിൽക്കുകയാണ്. പക്ഷെ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഈ പ്രദേശത്തിന്റെ ഭംഗി പിന്നെ പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. നമുക്ക് എന്തായാലും മഴക്കാലത്ത് വീണ്ടും വരാനുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ട്രിപ്പ് കൂടി അപ്പൊ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം മഴക്കാലത്ത് എന്തായാലും ഈ റൂട്ട് ഒന്ന് സഞ്ചരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഒരു പുഴ കണ്ട്, വലിയൊരു പുഴ കണ്ടിട്ട് സൈഡിൽ നിർത്തിയതാണ്. പിന്നെയാണ് അറിഞ്ഞത് നർമ്മദയാണ്. പിന്നെ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നർമ്മദ എന്ന് പറയുന്നത് അത് ഇന്ത്യയെ രണ്ടായിട്ട് ഭാഗിക്കുന്ന ഒരു പുഴയാണ്. അതെ. പിന്നെ അവരോടൊക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നിന്നു. നമ്മുടെ നോർത്ത് ഈസ്റ്റും സൗത്ത് ഈസ്റ്റൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു പുഴ ആണ്. അങ്ങനെയല്ല, അതായത് നോർത്തും സൗത്തും അതെ, നോർത്തും സൗത്തും ഒക്കെ ബന്ധിപ്പിക്കുന്ന ഒരു, അതായത് ഒരു ഇന്ത്യയെ പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പുഴ നടുവിലൂടെ ഒഴുകി ഒരു ഭാഗം സൗത്തായിട്ടും മറ്റു മുകൾ ഭാഗം നോർത്തായിട്ടും ഡിവൈഡ് ചെയ്യുന്ന ഒരു പുഴയാണ് നമ്മുടെ നർമ്മദ. അതെ. അത് ഞങ്ങൾ ജസ്റ്റ് ചായ കുടിക്കാനായിട്ട് നിർത്തി. അതിന് വണ്ടി ഓടിച്ചിട്ട് മടുപ്പായി. അപ്പൊ അവിടെ കുറച്ച് പട്ടിയും കൂട്ടങ്ങളൊക്കെ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു. അയ്യോ, നല്ല ഭംഗികള്. അയ്യോ, ഇതിന്റെ കളി കാണുന്ന രസമുണ്ട്. അവന് നൂഡിൽസ് വേണ്ട, റസ്ക് മതി. ഈ റസ്ക് കൊടുക്കുന്ന കണ്ട് ദാനശീല രാഹുൽ ഭയങ്കര ദാനശീലാണെന്ന് വിചാരിക്കണ്ട. വായിലൊക്കെ കൊള്ളിലൊത്തോണ്ടാണ് കൊടുക്കണത്. കഴിക്ക്, ഇഷ്ടംപോലെ വേണോ? ഒരു പാക്കറ്റ് മൊത്തം ഉണ്ട്. ഭഗവാന്, കണ്ണൻ വലിയ ആഗ്രഹത്തോടെ വാങ്ങിച്ച റസ്കാണ്. പതഞ്ഞിരിക്കൻ, പക്ഷെ പുറത്ത് ബെറ്റർ ക്വാളിറ്റി, ക്രിസ്പി ആൻഡ് ക്രഞ്ചി. എങ്ങനെ ഇരിക്കണ്? അതിന് തൊട്ട് മുമ്പ് ബിരിയാണി നൂഡിൽസ് ആണെന്നും പറഞ്ഞൊരു പാക്കറ്റ് മേടിച്ചത്. അതിൻ്റെ ഉള്ളിൽ ഒരുപോലൊരു ഐറ്റം. അത് പക്ഷേ ക്രഞ്ചിയാണ് കേട്ടോ. ഫോക്കസ് ആവുള്ളല്ലോ. കുറച്ച് കാര്യം എടുത്ത് കാണിച്ചു കൊടുത്തേ. പൊരി ഒന്ന് പറ്റിച്ച് കഴിച്ചു. പക്ഷെ ഇത് ടേസ്റ്റ് ഉണ്ട്, കഴിക്കാം. അതവന് വേണ്ട, അവന് റസ്ക് മതി. എന്തായാലും അങ്ങനെയാണ്. ഒരാൾക്ക് വേണ്ടാത്തത് ഒരാൾക്ക് വേണമല്ലോ. റസ്ക് ഒക്കെ തരാം. ഒരു കാര്യം, ഞങ്ങൾ ബൈക്കിന് ഇനി വട്ടം ചാടാൻ നിന്റെ വർഗത്തിനോട് മൊത്തം പറഞ്ഞേക്കണം. വട്ടം ചാടി പണി ഉണ്ടാക്കരുത്. ഒരു സ്ഥലത്തു നിന്ന് കഷ്ടിയാണ് രക്ഷപ്പെട്ടത്. ഇവിടെ നോക്ക് പറഞ്ഞിട്ടുണ്ടാവല്ല, ഒറ്റയാണ് അതിന് ബൈക്കിന് വട്ടം ചാടരുത്, കേട്ടല്ല? ആ കാണുന്ന സത്പുര റേഞ്ചാണ്. വളരെ കാടിൻ്റെ ചേർന്നുള്ളൊരു സ്ഥലം. അവിടെ അടുത്തുള്ളൊരു ചെറിയൊരു പെട്ടിക്കടയാണ്. കണ്ടാൽ അറിയാം, വളരെ ചെറിയ കാര്യങ്ങൾ, ചെറിയ ബിസ്ക്കറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇനി ഞങ്ങളാണെങ്കിൽ ATM ഒന്നും കാശ് എടുത്തിട്ടില്ല. ചില്ലറ കാര്യങ്ങളൊന്നും കയ്യില്ല. എന്ത് ചെയ്യുന്ന ആലോചിക്കുമ്പോൾ ഇത്ര ചെറിയ കടയായിട്ട് പോലും ഗൂഗിൾ പേ ഉണ്ട്, എല്ലാം സെറ്റപ്പും ഉണ്ട്. കൊള്ളാം. बिगाड़ल बात तो नहीं, बेगा मन तो नहीं, बेगाटर निवासी है, बेगा निवास है, ड्रोन रक्षा, हाँ, सलमान दिए। कौन से भाषा है? ये है कि भाई कहाँ का रहने वाले हैं, कहाँ जा रहे हैं, ये मतलब हमारा गोंडी भाषा में बोलो। बोंडी? बोंडी है? हाँ। ओ, गोंडी भाषा है वो, पहले बोला वो। और ये हिंदी नहीं है, बोंडी। हाँ, वो वाला गोंडी है, ये वाला हिंदी बोला अभी। ओ, कहाँ से आया, क्या कहाँ जा रहा है, ये हिंदी में बात होता है। हाँ। और इमा बेगा अंतोनी बेगाटल वाइतोनी ईद आई था गोंडी। ये भी बोला, ये हमारा भाषा है ये गोंडी। हाँ, मध्य प्रदेश पे गोंडी है। हाँ, मध्य प्रदेश पे।
ഇപ്പോൾ നമ്മൾ കേട്ട ഭാഷയുടെ പേര് ഗോണ്ടി എന്നാണ് കേട്ടോ. നമ്മുടെ മലയാളമൊക്കെ പോലൊരു ഭാഷയാണ്. വളരെ നല്ല ആൾക്കാർ. അവരപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ നമ്മളോട് ചോദിച്ചറിഞ്ഞു, അവരുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തന്നു, നമ്മുടെ കേരളത്തെ പറ്റി അന്വേഷിച്ചു, ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അതെ അതെ അതെ, മധ്യപ്രദേശിലൊരു ഉൾനാടൻ ഗ്രാമമാണ്. നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഇത്രയൊരു വൈബ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഇവിടുത്തെ പാവം ജനങ്ങളാണ്, ഇവർക്കൊക്കെ പൈസ കുറവാണ്. അന്നത്തെ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200-250 ഉള്ളൂ അന്നത്തെ കൂലി. ഞങ്ങളൊന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് നോക്കി, കേരളത്തിലോട്ടൊക്കെ അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ട്. പക്ഷെ സ്റ്റാർട്ടിങ് സാലറി 800 ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു രക്ഷയില്ല. അവർക്ക് അവരുടെ നാട് വിട്ട് വരാനായിട്ട് ഒട്ടും താല്പര്യമില്ല. അത് നാടിനോട് അത്ര പ്രിയമാണ് അവർക്ക്. അതെ, പിന്നെ നമ്മൾ കണ്ടൊരു നല്ലൊരു സ്ഥലമാണ്. അതായത് പറയുമ്പോൾ ഒരു മരമോ ഒന്നുമില്ല, തരിശ് ഭൂമി. പക്ഷേ ഇനി വരുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ്. കുറേ നല്ല നല്ല ഒരു അടുക്കി വെച്ച ഒരു മല, വേറെ ഒന്നുമില്ല, മരം ഒന്നുമില്ല. അതായത് ശരിക്കും ദൂരലോട്ട് നോക്കിയ ഒരു ബിൽഡിംഗ് പോലും കാണാനില്ല, ഇങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുവാണ്. റോഡൊക്കെ ഇച്ചിരി കൺജസ്റ്റഡ് ആണ്, നോക്കി ഓടിക്കണം, കാര്യം ഇറക്കമാണ് അത്യാവശ്യം. അപ്പോൾ നോക്കി ഓടിച്ചില്ലെങ്കിൽ പണി കിട്ടും. പക്ഷെ കാഴ്ച അതിമനോഹരമാണ്. ഇതിപ്പോൾ വേനലാണ് ഇവിടെ. ഈ വേനലിൽ ഇതാണെങ്കിൽ മഴക്കാലത്ത് ഇവിടുത്തെ ഭംഗി ഒന്ന് ആസ്വദിച്ച് നോക്ക്. കാര്യം മൂന്നാറും വാഗമണ്ണും സ്വിറ്റ്സർലാൻഡും എല്ലാം മാറി നിൽക്കും, അതേപോലെ ഭംഗിയാണ്. അതായത് ശരിക്കും ഓരോ കാലഘട്ടത്തിലും ഈ ഇതുവഴിയുള്ള യാത്ര ചെയ്യണം എന്ന് പറയുള്ളൂ. അതായത് ഇപ്പോൾ ഒരു 4 സീസൺ ഉണ്ടെങ്കിൽ 4 സീസണിലും പല ഭംഗിയായിരിക്കും ഇതുവഴി പോകുമ്പോൾ ഉണ്ടാവുക. അപ്പൊ തന്നെ ഞങ്ങൾ ഈ ലൊക്കേഷൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സീസണിലും ഇനി ഈ റൂട്ട് പിടിച്ചേ പറ്റൂ. കാരണം അതേപോലെ നിങ്ങൾ നോക്കി ദൂരത്തോട്ട് ഇങ്ങനെ കണ്ണെത്താത്ത ദൂരത്തോട്ട് എനിക്ക് ഈ പച്ചപ്പ് അങ്ങോട്ട് ചിന്തിച്ചിട്ട് ഒരു രക്ഷയില്ല. കാർട്ടൂണൊക്കെ പോലത്തെ ഒരു വിഷ്വലായിരിക്കും ഇനി മഴക്കാലത്ത് ഇവിടെ കാണാൻ പറ്റുക. അയ്യോ പിന്നെ, അതായത് പറഞ്ഞു തരുവാണെങ്കിൽ ഓൾ ഇന്ത്യ ശരിക്കും 4 തവണ മിനിമം പോകണം. അതായത് ഒരു തവണ പോയാൽ പോരാ, 4 തവണ മിനിമം പോയാലേ നമുക്കൊരു അറിയാൻ പറ്റുള്ളൂ കാര്യം എന്താണ്. അതെ അതെ, തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് വേറൊരു റൂട്ടിലോട്ട് കയറി. മാപ്പ് തെറ്റിച്ചാണോ അതോ രാഹുൽ തെറ്റിച്ചാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. പുറകിരുന്നോണ്ട് ഏതാണ്ടൊക്കെ വഴി പറയുന്നുണ്ട്. ഞാൻ ആ റൂട്ടൊക്കെ വണ്ടി ഓടിച്ച് പോവുകയാണ്. ഞാൻ തെറ്റിച്ചാലും ഞാൻ എൻ്റെ എന്ന് പറയില്ലല്ലോ, ഞാൻ നൈസായിട്ട് മാപ്പിന്റെ പെടലിൽ വെക്കും. ഇത് ഗൂഗിൾ അമ്മായി പറ്റിച്ചാന്ന് പറയും, സിമ്പിൾ. എവിടെ പുറകെ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് ഇടയ്ക്ക് ചാടി ഇട്ടിട്ട് അയ്യോ ആ പൊട്ടെ കറക്റ്റാണെന്ന് പറയൂ. ഈ റോഡ് മോശമാണ്, ഞാൻ എണീറ്റില്ല, ഞാൻ എണീക്ക് പോലില്ലായിരുന്നു. നല്ല ഒന്നാന്തര ഹൈവേ അപ്പുറത്തെ ഉണ്ടാവും. എന്നിട്ടാണ് ഈ റൂട്ടിലൂടെ വന്നത്. പക്ഷേ ഈ റൂട്ടിലൂടെ വന്നത് എന്തുകൊണ്ടും നന്നായി. അല്ലെങ്കിൽ ഈ ഭംഗിയുള്ളൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. ഈ റൂട്ടൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് മഴക്കാലത്ത് വന്നിരുന്നെങ്കിൽ എന്നുള്ളത്. തീർച്ചയായിട്ടും. അതായത് ഇപ്പുറത്തെ വലിയ NH ഉണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ, നമ്മൾ ഈ ഉൾനാടൻ വഴികളിലൂടെ പോകുന്ന അനുഭവം, അത് എന്തൊക്കെ പറഞ്ഞാൽ ശരി, അത് അനുഭവിക്കുക തന്നെ വേണം. അതിപ്പോൾ കാറ് വഴി പറ്റുമോ എനിക്കറിയില്ല, പക്ഷെ ബൈക്കായതുകൊണ്ട് നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് വരുന്നത്. അതെ അതെ, അത്യാവശ്യം നല്ല ആസ്വദിച്ച് വണ്ടി ഓടിക്കാനും പറ്റുന്നുണ്ട്. പക്ഷെ കാറിൽ വരുമ്പോൾ അതിൻ്റെതായ ഫീൽ ഉണ്ടാവും. കാര്യം ഇപ്പം ചൂടുള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇത്രയും നേരം ഒരു ആൾവാസമില്ലാത്ത വഴിയിലൂടെയാണ് വന്നുകൊണ്ടിരുന്നത്. ശേഷം ഒരു വളരെ തിരക്കുള്ള സ്ഥലത്ത് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്തിനാണെന്ന് അറിയില്ല. ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് എന്തോ ആണ്. ഇവിടെ ചെറിയ അമ്പലമുണ്ട്, അതിനോടനുബന്ധിച്ചാണ് ഇവിടെ ആൾത്തിരക്കും കാര്യങ്ങളും. കച്ചവടക്കാരും എല്ലാം ഉണ്ട് ഇവിടെ തന്നെ. ഇവിടെ അത്യാവശ്യം ആൾക്കാർ കുളിച്ചൊക്കെ പോകുന്ന ഒരു ഏരിയ ആണ്. കുളിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ യാത്ര പിന്നെയും സ്ലോ ആവണതുകൊണ്ട് അവിടെ നിന്ന് വിട്ടിടിച്ച് പോവുകയാണ്. അത്ര വലിയ അമ്പലമായിട്ടൊന്നും കാണാനില്ല. ശരിക്കും എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ആലുവ ശിവരാത്രി മണപ്പൂറാണ് ഓർമ്മ വന്നത്. അതുപോലൊരു സ്ഥലം ബലിയിടാനൊക്കെ ആയിട്ട് വേണ്ടി ആൾക്കാർ വന്നതാവാം. അങ്ങനെ അവിടുത്തെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് പോകുമ്പം മറ്റൊരു ബോർഡർ നമ്മൾ ക്രോസ് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് കടന്നിരിക്കുകയാണ്. അങ്ങനെ പോയ സമയത്താണ് ഓറഞ്ച് തോട്ടം കണ്ട് വണ്ടി നിർത്തിയത്. അതെ, അമരാവതി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. അപ്പൊ ഒരു മറ്റേ കമ്പിവേലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസായിട്ട് രാഹുലിനെ അതിന്റെ ഇടയിൽ കൂടെ കടത്തി വിട്ടിട്ടുണ്ട്. വീഡിയോ എടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ അവളോട് പറഞ്ഞു വിട്ടത്. പക്ഷെ ഓറഞ്ച് പറിക്കുക എന്നുള്ള ഒരു ദുരുദ്ദേശം എന്റെ മനസ്സിലുണ്ട്. സത്യം പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചവൻ എന്നാണ് പറയുക. രാഹുൽ കള്ളനും ഞാൻ കള്ളന് കഞ്ഞി വെച്ചവരും. കാര്യം ഈ യാത്രയുടെ ഇതേപോലെ ഓറഞ്ചും പപ്പായയും മുന്തിരിയും അങ്ങനെ കുറേ ഞങ്ങൾ അടിച്ചു മാറ്റി കഴിച്ചിട്ടുണ്ടെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വളരെ കഷ്ടപ്പെട്ടാണ് ഇത്തവണ അകത്ത് കയറിയേക്കുന്നത്. അതായത് കമ്പിവേലിയും ഇലക്ട്രിക് കമ്പി എല്ലാം ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് അകത്ത് കയറി ഓറഞ്ച് എങ്ങനെ പറിക്കുമെന്ന് അറിയാൻ വേണ്ടി വേദന നോക്കും. ഒരു കമ്പ് കഷ്ണം കിട്ടി വലിച്ചെറിഞ്ഞു, കമ്പ് അവിടെ ഉടക്കി നിന്നു. നമുക്കാകെ മാങ്ങ പറിച്ചുള്ള അറിവല്ലേ ഉള്ളൂ. പിന്നെയാണ് മനസ്സിലായത് മരം കുലുക്കിയാൽ ഓറഞ്ച് വീഴും. അങ്ങനെ ഓറഞ്ച് അങ്ങനെ കുലുക്കി ലാസ്റ്റ് ഓറഞ്ച് കൈ കിട്ടി. നല്ല ടേസ്റ്റുള്ള ഓറഞ്ച് ആയിരുന്നു. ഞാൻ ഒരു 3 എണ്ണം ബാഗിലാക്കി നേരെ കടലിനടുത്ത് ഓടുകയായിരുന്നു. കാരണം നല്ല വലിയ ഓറഞ്ച്, നല്ലോണം വെള്ളമുണ്ട്. നമ്മുടെ വിശപ്പും മാറും ദാഹവും
മാറും. അമ്മാര് ലെവലിലുള്ള ഒരു ഓറഞ്ച്. കാര്യം കണ്ടമാനം ഓറഞ്ച് തോട്ടം ഉണ്ട് ഈ അമരാവതി എന്ന് പറഞ്ഞ ഏരിയയിൽ. ഇവിടെ മാത്രമേ ഓറഞ്ച് കുറച്ച് ഭാഗം കണ്ടുള്ളൂ. കാര്യം പറിച്ച് അവശേഷിച്ച് പോയ ഓറഞ്ചുകളാണത്. അങ്ങനെ തുടർന്ന് നമ്മൾ മുന്നോട്ട് പോയായിരുന്നു. വീണ്ടും കാട് എന്ന് പറയുമ്പോൾ ഇത്തവണ ഒരു വ്യത്യാസമുണ്ട്. ഒരു ചുവന്ന പൂക്കളൊക്കെ ആയിട്ട് ഉള്ള മരങ്ങൾ കാണാം. എന്താണെന്ന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്നാലും വളരെ ശാന്തമായ റോഡായിരുന്നു, വലിയ തിരക്കൊന്നുമില്ല. അങ്ങനെ ഈ കാട്ടുപ്രദേശത്തോടെ ഞങ്ങൾ പിന്നെ മുന്നോട്ട് പോവുകയാണ്. അതെ, വേനലായിട്ട് തന്നെ ഇവിടെ ഇത്രയും നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു റൂട്ടിലോട്ട് കയറി. ഈ കാട്ടുപ്രദേശം കഴിഞ്ഞ് വേറെ റൂട്ടിലോട്ട് കയറി. അപ്പോൾ അതേ ഒരു കോഴി വണ്ടി മറിഞ്ഞു കിടക്കുന്നുണ്ട്. എൻ്റെ കോഴികൾക്ക് എന്തായോ എന്തോ വർഗ്ഗബോധം എന്നല്ലാണ്ട് എന്ത് പറയാനാണ്. അതെ, വണ്ടികൾ എവിടെ കണ്ടാലും അപ്പൊ കണ്ടേ കണ്ട എന്ന് പറയും. പിന്നെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന വഴിയാണ്. കണ്ണന്റെ തുള്ളിച്ചാട്ടം കണ്ട് പറയാതെ വയ്യ. അതെ, ഇത്രയും ദൂരം ഓടിച്ചിട്ട് നാട്ടിലോട്ട് ഇനി ഒരു 1500 കിലോമീറ്റർ എന്ന് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം, നമ്മുടെ ബോർഡ് കണ്ടപ്പോൾ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. സന്തോഷം. അത് ഓർമ്മയ്ക്ക് ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് നടുറോഡിൽ തന്നെ ഒരു പോസ്റ്റ് ചെയ്തൊരു ഫോട്ടോ. ഈ വലിയ വണ്ടി കണ്ട, ഈ വലിയ വണ്ടി ഈ ചെറിയ ബാരിക്കേഡറിൽ കൂടെ എങ്ങനെ കടന്നു പോകുന്നു ഒരു പിടുത്തമില്ല. കാര്യം ഈ ഒരു കാറ് പോകാൻ തന്നെ അവിടെ കഷ്ടപ്പെട്ടാണ് പോകുന്നത്. ഞങ്ങൾ നോക്കിയില്ല, അവിടെ നിന്ന് വേഗം വിട്ടു പോകുന്നു. അതെ, ഇത് പറയും ബാരിക്കേഡായിട്ട് തോന്നും, പക്ഷെ ബാരിക്കേഡ് അല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ തെലങ്കാന സ്റ്റേറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതായത് മധ്യപ്രദേശ് കഴിഞ്ഞ് മഹാരാഷ്ട്ര കഴിഞ്ഞ് അടുത്തൊരു ബോർഡർ ക്രോസ് ചെയ്യാണ്. ഇവിടെ കാര്യമായിട്ട് ചെക്ക് പോയിന്റ് ഒന്നും നമ്മൾ കണ്ടില്ല. നേരെ റോഡിലോട്ട് ബാരിക്കേഡും കഴിഞ്ഞ് റോഡിലോട്ട് എത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം കൂടെ പോയപ്പോഴത്തേക്കും കുറച്ച് ആൾക്കൂട്ടം കണ്ടു. എന്താന്ന് നോക്കിയപ്പോഴാണ് ഒരു വിറ്റാര ബ്രിസ കാറാണ് വണ്ടി ഇടിച്ചിട്ടുണ്ട്. ആളപായം ഒന്നുമില്ല, കാര്യം എയർ ബാഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആള് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ആക്ച്വലി ഇന്ന് സ്റ്റേ കൊടുക്കണോ വേണ്ടയോ, നമ്മൾ നേരെ നാട്ടിലേക്ക് മാക്സിമം സ്പീഡിൽ പോയാലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്, നമുക്കൊരു സ്റ്റേ എടുത്ത് കൊടുക്കാം, ഒന്ന് ഉറങ്ങാം, എന്നിട്ട് നാളെ ഫ്രഷ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. താങ്ക്